Let P be a 3 by 2 matrix and Q be a 2 by 2 matrix and R be a 2 by 3 matrix and PQ are equal to the identity matrix. Then rank of P equal to 2, Q is non-singular, both A and B are true, there are no such matrices P, Q and R. P എന്ന് പറയുന്ന ഒരു 3 by 2 മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. Q 2 by 2 ആണ്, R 2 by 3 ആണ്. അപ്പോൾ പി ക്യു ആറിൻ്റെ ഓർഡർ എന്തായിരിക്കും? പിയുടെ ഓർഡർ 3 by 2, ക്യൂവിൻ്റെ ഓർഡർ 2 by 2. അപ്പോൾ പി ക്യൂവിൻ്റെ ഓർഡർ 3 by 2 ആയിരിക്കും. പി ക്യു ആറിൻ്റെ ഓർഡറോ 3 by 2ഉം 2 by 3ഉം 3 by 2ഉം 2 by 3ഉം ഓർഡർ 3 by 3 ആയിരിക്കും. പി ക്യൂവിൻ്റെ ഓർഡർ 3 by 2 ആയിരിക്കും, 3 by 2ഉം 2 by 3ഉം. അപ്പോൾ പി ക്യു ആറിൻ്റെ ഓർഡർ 3 by 3 ആയിരിക്കും. പി ക്യു ആർ ഈക്വൽ ടു ദ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 3 by 3 ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇനി റാങ്ക് ഓഫ് പി കണ്ടുപിടിക്കണം. റാങ്ക് ഓഫ് പി നമുക്കറിയാം, റാങ്ക് ഓഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ്. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് 3, 2. അതായത് റാങ്ക് ഓഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. സിമിലർലി റാങ്ക് ഓഫ് ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് 2, 2. അതായത് റാങ്ക് ഓഫ് ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, റാങ്ക് ഓഫ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ റാങ്ക് ഓഫ് പി ക്യു ആർ എന്തായിരിക്കും? റാങ്ക് ഓഫ് പി ക്യു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് പി, റാങ്ക് ഓഫ് ക്യൂ, റാങ്ക് ഓഫ് ആർ ആണ്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. പക്ഷേ നമുക്കറിയാം പി ക്യു ആർ എന്ന് പറയുന്ന ഒരു 3 by 3 മെട്രിക്സ് ആണ്. അതിൻ്റെ റാങ്ക് എന്താണ്? 3 ആണ്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. അതായത് ഇങ്ങനെ ഒരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. There are no such matrices P, Q and R. That is option D. Then next one. Let P be a 3 by 3 non-null real matrix if there exists a 3 by 2 real matrix Q and a 2 by 3 real matrix R such that P equal to QR. Then Px equal to 0 has a unique solution. There exists B element of R3 such that Px equal to B has no solution. There exists a non-zero B in R3 such that Px equal to B has a unique solution. There exists a non-zero B in R3 such that P transpose X equal to B has a unique solution. P ഒരു 3 by 3 മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ റാങ്ക് ഓഫ് പി എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, മിനിമം ഓഫ് 3, 3. Q ഒരു 3 by 2 മെട്രിക്സ് ആണ്, മിനിമം ഓഫ് 3, 2. അതായത് റാങ്ക് ഓഫ് ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്, റാങ്ക് ഓഫ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. പി ഈക്വൽ ടു ക്യൂ ആറിന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? നമുക്ക് 3 ഇക്വേഷൻ ഉണ്ടായിരുന്നു. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു n ആണെങ്കിൽ എന്താണ്? യൂണിക് സൊല്യൂഷൻ. ലെസ് ദാൻ എന്ന് വന്നു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണെങ്കിൽ നോ സൊല്യൂഷൻ. അപ്പോൾ റാങ്ക് ഓഫ് പി എന്ന് പറയുന്നത് റാങ്ക് ഓഫ് ക്യൂ ആർ. റാങ്ക് ഓഫ് ക്യൂ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണല്ലോ. റാങ്ക് ഓഫ് ക്യൂവും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്, റാങ്ക് ഓഫ് ആറും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. Therefore റാങ്ക് ഓഫ് ക്യൂ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. റാങ്ക് ഓഫ് ക്യൂ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇംപ്ലൈസ് ക്യൂ ആർ എന്ന് പറയുന്നത് പി ആണ്. റാങ്ക് ഓഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് ഇവിടെ നമ്പർ ഓഫ് കോളംസ് എത്രയാ? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. ക്യൂ ആർ എന്ന് പറയുന്നത് 3 by 2ഉം 2 by 3. 3 by 3 മെട്രിക്സ് ആണ്. n അവിടെ നമ്പർ ഓഫ് കോളംസ് 3 ആണ്. അതായത് റാങ്ക് ഓഫ് ക്യൂ ആർ ലെസ് ദാൻ 3 ആണ്. അതാണ് ലെസ് ദാൻ 3 ആണെങ്കിൽ യൂണിക് സൊല്യൂഷൻ എന്തായാലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അവിടെ യൂണിക് സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഓപ്ഷൻ നോക്കിക്കേ. Px equal to 0 has a unique solution. ഓപ്ഷൻ സിയും യൂണിക് സൊല്യൂഷനെ പറ്റി പറയുന്നത്, ഓപ്ഷൻ ഡിയും യൂണിക് സൊല്യൂഷൻ ആണ്. അപ്പം ഇങ്ങനെ ഒരു യൂണിക് സൊല്യൂഷൻ എന്തായാലും എക്സിസ്റ്റ് ചെയ്യില്ല. Therefore option B. There exists B in R3 such that Px equal to B has no solution. Then next one. Consider the system of equation a1x plus b1y plus c1z equal to d1, a2x plus b2y plus c2z equal to d2, a3x plus b3y plus c3z equal to d3, where a, b, c, d, are real numbers for 1 less than or equal to I less than or equal to 3.
If this determinant not equal to 0, then the above system has at most one solution, always exactly one solution, more than one but not infinitely many solution, infinitely many solution. ഒരു ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് എന്താണ്? റാങ്ക് ഫുൾ റാങ്ക് ആണ്. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് ഫുൾ റാങ്ക് ആണ്. അതായത് റാങ്ക് ഈക്വൽ ടു 3 ആണ്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു n ആണെങ്കിൽ യൂണിക് സൊല്യൂഷൻ, ലെസ് ദാൻ n ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ നോ സൊല്യൂഷൻ. അപ്പോൾ റാങ്ക് ഓഫ് എ ഈക്വൽ ടു 3 ആണ്. ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു 3, റാങ്ക് ഓഫ് എ 3 ആണെങ്കിൽ then the system has unique solution. ആണല്ലോ. റാങ്ക് ഓഫ് എ ഈക്വൽ ടു n ആണെങ്കിൽ യൂണിക് സൊല്യൂഷൻ ആയിരിക്കും. റാങ്ക് ഓഫ് എ ലെസ് ദാൻ n, അതായത് റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2 ആണെങ്കിൽ, ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2, then റാങ്ക് ഓഫ് എ 2 ആണെങ്കിൽ റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ എന്നാണ് വരുന്നത്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ലെസ് ദാൻ n ആണെങ്കിലാണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇവിടെ റാങ്ക് ഓഫ് എ 2 ആണ്, റാങ്ക് ഓഫ് എ ബി 3 ആണ്, രണ്ടും നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ എന്ത് വരും? അതിന് സൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. അതായത് ചിലപ്പോൾ റാങ്ക് ഓഫ് എ 3 ആണെങ്കിൽ ഒരു യൂണിക് സൊല്യൂഷൻ ഉണ്ടാവാം, 2 ആണെങ്കിൽ സൊല്യൂഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഒരു സൊല്യൂഷൻ ഇൻഫിനിറ്റ്ലി മെനി എന്തായാലും വരില്ല, മാക്സിമം ഒരു സൊല്യൂഷൻ വരെ വരാം. അതായത് ഓപ്ഷൻ എ, അറ്റ് മോസ്റ്റ് വൺ സൊല്യൂഷൻ. ഓപ്ഷൻ എ. Then next one. Let a equal to pi p r q, where p q r are rational numbers. If determinant a equal to 0 and p not equal to 0, then the value of q square plus r square is. Determinant a equal to 0. ഇതിൽ നിന്ന് ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. pi q minus pr equal to 0 implies pi q equal to pr. pi q, pi ഒരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പം ലെഫ്റ്റ് സൈഡ് ഒരു ഇറാഷണലും റൈറ്റ് സൈഡ് റാഷണലും ആണ് തന്നിരിക്കുന്നത് അല്ലേ. പി ക്യു ആർ ആർ റാഷണൽ നമ്പേഴ്സ്. ആർ എച്ച് എസ് റാഷണലും എൽ എച്ച് എസ് ഇറാഷണലും ആണ്. അതായത് ഇത് രണ്ടും ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമല്ലേ എങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ക്യൂ പൈ ഇറാഷണൽ ആണ്, പൈ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ക്യൂ 0 ആവാം. പിന്നെ പി നോട്ട് ഈക്വൽ ടു 0 എന്നും തന്നിട്ടുണ്ട്, പി 0 അല്ല, അപ്പോൾ ആറും 0 ആണ്. q equal to r equal to 0. Therefore, q square plus r square and 0. Option C. Next one. Let A be a matrix of order 2 with real entries such that AB equal to BA for all matrices B of order 2. A എന്ന് പറയുന്ന ഒരു 2x2 matrix ആണ്. AB equal to BA for all matrices B of order 2. A എന്ന് പറയുന്നത് ഓർഡർ 2 ഉള്ള എല്ലാ മെട്രിക്സുമായിട്ട് കമ്മ്യൂട്ടേറ്റ് ചെയ്യും അല്ലേ. എ മെട്രിക്സ് വിച്ച് കമ്മ്യൂട്ട് വിത്ത് എവറി മെട്രിക്സ്. അതെന്താണ്? അങ്ങനെയുള്ള മെട്രിക്സ് ആണ് സ്കേലർ മെട്രിക്സ്. സ്കേലർ മെട്രിക്സ് മാത്രമേ എല്ലാ മെട്രിക്സുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുള്ളൂ. സ്കേലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ എലമെന്റ്സിൽ സെയിം നമ്പേഴ്സ് വരുന്നത്. ഡയഗണൽ എലമെന്റ്സ് കെ 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 എന്ന് വരുന്നത്. അതായത് എ ഈക്വൽ ടു ലാംഡ ഐ ഫോർ സം ലാംഡ ആർ അല്ലേ. കെ പുറത്തെടുത്തിട്ട് ഐഡന്റിറ്റി മെട്രിക്സ് ഇടാലോ. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് 1 ആയിട്ട് വരുന്നത്. അപ്പോൾ എ ഈക്വൽ ടു ലാംഡ ഐ ഫോർ സം ലാംഡ എലമെന്റ് ഓഫ് ആർ. ഓപ്ഷൻ ബി.